എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? ചായയൊക്കെ കുടിച്ചോ എല്ലാവരും? ഓക്കെ, അപ്പം നമുക്കെന്നാൽ ക്ലാസ്സിലേക്ക് പോയാലോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്വരമാവിനെ കുറിച്ചിട്ടാണല്ലേ പറഞ്ഞത്, അതായത് സ്വർ ലെറ്റേഴ്സ്. അപ്പം നമ്മൾ സ്വരാക്ഷരങ്ങൾ പഠിച്ചു. 4 കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ബാക്കി നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അ ആ ഈ 4 ലെറ്റേഴ്സ് ആണ്. ഇന്ന് നമ്മൾ 5 ലെറ്റേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് ഊ വെച്ചിട്ടാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. നോക്കിയേ, മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഊ എന്ന സ്വറിൻ്റെ ബേബിയെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഊ എന്നെങ്ങനെ എഴുതാൻ നോക്കാം. അതിൻ്റെ നിക്നെയിമും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ഊ എന്നതിൻ്റെ നിക്നെയിം എന്താണ്? ഉപഹാർ. ഊ സേ ഉപഹാർ. ഉപഹാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗിഫ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടമാണോ ഗിഫ്റ്റൊക്കെ ആളുകൾക്ക് കൊടുക്കുന്നതും തിരിച്ച് നമ്മൾക്ക് കിട്ടുന്നതൊക്കെ ഇഷ്ടമാണോ? എല്ലാവർക്കും കിട്ടുമ്പോൾ ഒരു ഹാപ്പി ആയിരിക്കും അല്ലേ? ഗിഫ്റ്റൊക്കെ കിട്ടുമ്പോൾ നല്ല ഹാപ്പി ആയിരിക്കും അല്ലേ? ഹാപ്പി മൊമെൻ്റ് ആയിരിക്കും അതൊക്കെ. അപ്പം നോക്കിയേ, ഉപഹാർ എന്നാൽ എന്താണ്? ഗിഫ്റ്റാണ്. അപ്പം നമുക്ക് ഊ എന്ന് എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് പഠിക്കാം. അതിന് ശേഷം നമുക്ക് നിക്നെയിമിലേക്ക് പോവാം. ഓക്കെ, അപ്പം മിസ് അവിടെ കൊടുക്കുന്നുണ്ട്. ആ ഒരു ഊ എന്ന നെയിമിൻ്റെ താഴെ തന്നെ മിസ് അത് എഴുതി കാണിക്കാം കേട്ടോ. നമുക്കെല്ലാവർക്കും 3 എന്ന് എഴുതാൻ അറിയില്ലേ? അപ്പം മിസ് അത് അവിടെ കൊടുക്കുന്നുണ്ട്. 3 എന്ന് എഴുതുകയാണ് കേട്ടോ. 3 എന്ന് എഴുതി. ഓക്കെ, 3 എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഇങ്ങനെയല്ലേ എഴുതുക. അങ്ങനെ മാത്രം പോരാ. എങ്ങനെ എഴുതണം? ജസ്റ്റ് മുകളിലേക്ക് ഒന്ന് കൊണ്ടുവരാം. എന്നിട്ട് എന്ത് ചെയ്യുക? മുകളിൽ ചെറിയ ഒരു ലൈന് വരച്ചു കൊടുത്ത് എന്തായി? ഊ എന്നായി. ഓക്കെ, ഇങ്ങനെയാണ് ഊ എന്ന് എഴുതാം. സിമ്പിളല്ലേ? നമുക്ക് 3 എന്ന് എഴുതാൻ അറിയാലേ, അതുകൊണ്ട് സിമ്പിളായിട്ട് എന്തും എഴുതാം, ഊ എന്നും എഴുതാം. ഇനി മിസ് ഉപഹാർ എങ്ങനെ എഴുതാന്നുള്ളത് കാണിക്കാം കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഊ എന്ന് പഠിച്ചു. അതുകൊണ്ട് ഊ സിമ്പിളായിട്ട് എഴുതാം. നോക്കിക്കോളൂ. ഊ എന്ന് എഴുതി. ഇനി പ, ഇത് പ എന്ന ലെറ്റർ ആട്ടോ. വ്യഞ്ജനാക്ഷരങ്ങളാണ് ബാക്കിയുള്ളതെല്ലാം. അത് നമുക്ക് പയ്യെ പഠിക്കാം. ഓക്കെ, ഉഭ. ഇനി ഹായ് ആണ് കേട്ടോ എഴുതുന്നത്. നമ്മൾ ഹാ എന്ന് നീട്ടുന്നുണ്ടല്ലേ, അപ്പം അതിനൊരു 1 ഇട്ട് കൊടുക്കുന്നു, പിന്നെ റാ ഇട്ട് കൊടുക്കുന്നു. അപ്പം ഇതെന്തായി? ഉപഹാർ എന്നായി. ഉപഹാർ എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് ആണ് കേട്ടോ മീനിങ് വരുന്നത്. അപ്പോൾ ഓക്കെ, ഈ ഊ എല്ലാവരും പഠിച്ചല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് ബേബിയുടെ നെയിമിലേക്ക് പോവാം. നോക്കിയാൽ നെക്സ്റ്റ് ബേബിൻ്റെ നെയിം എന്താണ്? ഊ എന്നാണ് അല്ലേ? അപ്പോൾ ഊ എന്നതിൻ്റെ നിക്നെയിം എന്താണ്? ഊണ്ട്. ക്യാമൽ. ഓക്കെ, ഇവിടെ പിക്ചർ ഉണ്ട് ഇല്ലേ? ക്യാമലിൻ്റെ പിക്ചർ ഉണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ഒട്ടകമൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് ഇല്ലേ മരുഭൂമിയിൽ. അപ്പം നോക്കിയേ, ഊ സേ ഊണ്ട്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഊ എന്ന് എഴുതുക എന്നുള്ളത്. എല്ലാവർക്കും ഊ എന്ന് എഴുതാൻ അറിയാലോ, നമ്മളിപ്പോൾ പഠിച്ചു. അപ്പം അതിൽ ചെറിയ ചേഞ്ചസ് വരുത്തിയാൽ എന്തായിട്ട് മാറും? ഊ എന്നായിട്ട് മാറും. നോക്കിയേ, നമ്മൾ പഠിച്ച ലെറ്റർ ഇവിടെ എഴുതാട്ടോ. ഊ എന്ന് പഠിച്ചു. അപ്പം മിസ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഊ എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്ററിന് ചെറിയൊരു ചിഹ്നം ഇട്ട് കൊടുത്ത് അതെന്തായിട്ട് മാറി? ഊ എന്നായിട്ട് മാറി. അപ്പം മിസ് അത് ഇടാൻ പോവാണ്. നോക്കിക്കോളൂ. അതിൻ്റെ സെൻറ്ററിന് ചെറിയൊരു ലൈൻ എന്ത് ചെയ്യാണ്? താഴേക്ക് കൊടുക്കുകയാണ്. അപ്പം ഇതെന്തായിട്ട് മാറി? ഊ എന്നായിട്ട് മാറി. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് ഊ എന്ന് എഴുതാം. ഇനി നമുക്കതിൻ്റെ നിക്നെയിം എങ്ങനെ എഴുതാൻ നോക്കിയാലോ? ഓക്കെ, മിസ് ഇവിടെ ഊ എന്ന് എഴുതാം. നമ്മൾ പഠിച്ചു അല്ലേ? ഊ എന്ന് എഴുതുകയാണ് കേട്ടോ. ഇനി ഢായും ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം എന്തായിട്ട് മാറിയത്? ഊണ്ട്. ഈ ഒരു ചിഹ്നം കൂടെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഊണ്ട്. ഇങ്ങനെയാണ് ഊണ്ട് എന്ന് എഴുതാം. ഓക്കെ, അപ്പം നമ്മൾ ഈ 2 ലെറ്ററും പഠിച്ചു. ഇനി നെക്സ്റ്റ് ലെറ്ററിലേക്ക് പോവാം. നെക്സ്റ്റ് ഏതാണ്? റ് എന്നാണ്. ഓക്കെ, റ്. ഇത് മലയാളത്തിലും ചെറിയൊരു പാടുള്ള ലെറ്റർ ആണല്ലേ നമുക്ക് എഴുതാൻ. അപ്പം നോക്കാം എങ്ങനെയാണ് റ് എന്ന് എഴുതാന്നുള്ളത്. ഓക്കെ, ഒരു പിക്ചർ കാണുന്നുണ്ട് അല്ലേ? റീൻ്റെ നിക്നെയിം എന്താണ്? ഋഷഭ്. ഓക്കെ, ഋഷഭ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാള, ബുൾ, കാളയാണ് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് റ് എന്നുള്ളത് എഴുതാന്ന്. നമുക്കെല്ലാവർക്കും ഇംഗ്ലീഷിൽ കെ എന്ന് എഴുതാൻ അറിയില്ലേ? അത് നേരെ തിരിച്ചിട്ട് ഇടാം. മിസ് ഇവിടെ എഴുതി കാണിക്കാം. ഇവിടെ കെ മിസ് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ആ ഒരു കെൻ്റെ ആ ഒരു കോണ് പോകുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടുന്ന് എന്ത് ചെയ്യുക? നേരെ മുകളിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഇങ്ങനെ ഈ ഒരു ചിഹ്നം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതെന്തായി? റേ എന്നായി. മിസ് ഒന്നുകൂടെ എഴുതി കാണിക്കാം കേട്ടോ. ഒന്നുകൂടെ എഴുതി കാണിക്കാം. ആദ്യം ഒരു 1 ഇടുന്നു. എന്നിട്ടോ ഈ ഒരു ചിഹ്നം കെ തിരിച്ചിട്ടതാണല്ലേ ഇത്. എന്നിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ സെൻറ്ററിന്ന് നേരെ കൊണ്ടുപോവുക. ഇത്രയേ ഉള്ളൂ. ഇവിടെ മുട്ടാൻ പാടില്ല കേട്ടോ. ഇങ്ങനെ. ഇതാണ് റ്. ഓക്കെ, റ് എന്നാണിത് വായിക്കുക. ഇങ്ങനെയാണ് റ് എന്ന് എഴുതാം.
ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഋഷഭ് എന്ന് എഴുതാന്നുള്ളത് നോക്കാം. നമ്മൾ ഇവിടെ റ് എന്ന് എഴുതാൻ പഠിച്ചു. ഇത് കുറച്ച് പാടായിരിക്കും, പ്രശ്നമില്ല, സിമ്പിളായിട്ട് പഠിക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ. എഴുതി എഴുതി പഠിക്കും. ഓക്കെ, അപ്പം മിസ് ഇവിടെ എഴുതാണ്, റ് എന്ന് എഴുതാണ്. ഓക്കെ, ഓക്കെ, റ് എന്ന് എഴുതി. ഇനി ഷ ഭ കാണുന്നുണ്ടോ? ഇങ്ങനെയാണ് ഋഷഭ് എന്ന് എഴുതാം. ഓക്കെ, ഋഷഭ്, ഋഷഭ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ലെറ്ററിലേക്ക് പോവാം. അപ്പം നമ്മൾ ഉ റ് ഇത് രണ്ടും പഠിച്ചു. ഇനി നെക്സ്റ്റ് ഏതാ നോക്കിയേ. നെക്സ്റ്റ് സിമ്പിളാണ് എ. ഓക്കെ, എ എന്നുള്ള ലെറ്ററാണ്. എ എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ നിക്നെയിം എന്താ? ഏക്ക് എന്നാണ്. സിമ്പിളാണില്ലേ, നമുക്കറിയാം. ഏക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? 1, 1. പിക്ചറിൽ കാണുന്നുണ്ടല്ലോ അല്ലേ, 1 എന്നാണ് ഏക്ക് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെയാണ് എ എന്ന് എഴുതാന്നുള്ളത് നോക്കാം. എ എഴുതുമ്പം നമ്മൾ എന്ത് ചെയ്യണം? ഒരു 1 ഇട്ട് കൊടുക്കുക. ചെറിയൊരു 1 മതി കേട്ടോ. എന്നിട്ട് നേരെ ചെരിച്ചിട്ട് വരെ കൊടുത്തിട്ട് താഴെ എത്തിയിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലോ ഈ ഒരു ചിഹ്നം ഇട്ട് കൊടുക്കുക. നമുക്ക് കൊടക്കാലൊക്കെ കണ്ടിട്ടില്ലേ? കൊടയുടെ കാലൊക്കെ അല്ലേ കണ്ടിട്ടില്ലേ? ആ ഒരു കാലാണ് കേട്ടോ അത്. അപ്പം നമ്മൾ ആ ഒരു ചിഹ്നം അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ജെ എന്ന് എഴുതാറില്ല ഇംഗ്ലീഷിൽ, ആ ഒരു ജെ ആണത്. എന്നിട്ട് എന്ത് ചെയ്യുക? മുകളിൽ വര കൊടുത്താൽ മതി. അപ്പം അതെന്തായി? എ എന്നാണ്. മിസ് ഒന്നുകൂടെ എഴുതി കാണിക്കാം കേട്ടോ. ആദ്യം ഒരു 1 ഇടുന്നു, എന്നിട്ട് എന്ത് ചെയ്യുക? സ്റ്റോപ്പ് ചെയ്യരുത്. 1 ഇടുന്നു, ചരിച്ചിട്ട് ഒരു വര കൊടുക്കുക, താഴെ എത്തുമ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് അതിനകത്ത് എന്ത് ചെയ്യണം? ചെറിയൊരു ജെ ഇട്ട് കൊടുക്കുന്നു, മുകളിൽ വരക്കുന്നു. ഓക്കെ, ഇതാണ് എ. ഇനി നമുക്ക് അതിൻ്റെ നിക്നെയിമായ ഏക്ക് എങ്ങനെ എഴുതാന്നുള്ളത് നോക്കാം. അപ്പം നമ്മൾ എ എന്ന് എഴുതാൻ പഠിച്ചില്ലേ? അതാണ് മിസ് ഇവിടെ എഴുതുന്നത്. എ എന്ന് എഴുതി. ഓക്കെ, ഇനി ക. ഇതൊക്കെ വ്യഞ്ജനാക്ഷരമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ളത് ഇതാണ് ഏക്ക്. ഏക്ക് എന്ന് പറഞ്ഞാൽ 1 എന്നാണ് മീനിങ്. ഓക്കെ, 1. അപ്പം നമ്മൾ എത്ര ലെറ്റേഴ്സ് പഠിച്ചു? എത്ര എണ്ണം പഠിച്ചു? 4 ലെറ്റേഴ്സ് പഠിച്ചു. ഇനി ഒന്നും കൂടെ ഉണ്ട്, നമുക്കതും കൂടെ ഒന്ന് നോക്കാം. അപ്പം നമ്മുടെ ഹിന്ദി സ്വറിലൊരു പ്രത്യേകതയുണ്ട്. എ കഴിഞ്ഞാൽ എ എന്നാണ് ശരിക്കുള്ളത് വരിക അല്ലേ? മലയാളത്തിൽ എ എന്നാണ് വരിക. പക്ഷെ ഇവിടെ ആ ഒരു ലെറ്റർ ഇല്ല, ഇവിടെ ഐ ആണുള്ളത്. ഓക്കെ, എ ഇല്ല, അതുപോലെ ഓ എന്നും ഇല്ല. അപ്പം നോക്കിയേ, ഇനി എ കഴിഞ്ഞാൽ ഐ ആണ്. ഐ എങ്ങനെ എഴുതാന്നുള്ളത് നോക്കാം. ഐൻ്റെ നിക്നെയിം എന്താണ്? ഐനക്. ഐ സേ ഐനക്. പിക്ചർ കാണുന്നുണ്ട്. എന്താണ്? ഗ്ലാസ് ആണ്, കണ്ണടയാണ് അല്ലേ? അപ്പം നോക്കിയേ, ഐ എങ്ങനെ എഴുതാന്നുള്ളത്. എ എന്ന് എഴുതിയാൽ സിമ്പിളായിട്ട് നമുക്ക് ഐ എഴുതാം കേട്ടോ. അപ്പം നമ്മൾ എ പഠിച്ചു അല്ലേ? അപ്പം മിസ് ഇവിടെ എ എഴുതാണ് കേട്ടോ. ഓക്കെ, എ എന്നിവിടെ എഴുതി. ഇനി എന്ത് ചെയ്യണം? മുകളിൽ ചരിച്ചിട്ടൊരു ലൈൻ ഇട്ട് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഇതെന്തായി? ഐ എന്നായി. ഇനി മിസ് ഐനക്ക് എങ്ങനെ എഴുതാന്നുള്ളതും കൂടെ കാണിക്കാം. ഓക്കെ, നമ്മളിവിടെ ഐ എന്ന് എഴുതാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം ഇവിടെ എ എഴുതുന്നു, നാ ഖ, നേരെ മുകളിൽ വരക്കുന്നു. അപ്പം ഇതെന്തായി? ഐനക്. ഇങ്ങനെയാണ് ഐനക് എന്ന് എഴുതാം. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് 5 ലെറ്റേഴ്സ് പഠിച്ചു. മിസ് ഒന്നുകൂടെ പറയാം കേട്ടോ, നോക്കിക്കോളൂ. ഊ സേ ഉപഹാർ നമ്മൾ ഫസ്റ്റ് പഠിച്ചതാണ്. ഊ സേ ഉപഹാർ, ഊ സേ ഊണ്ട്, ഋ സേ ഋഷഭ്. ഓക്കെ, ഋ സേ ഋഷഭ്. നെക്സ്റ്റ് എ സേ ഏക്, ദെൻ ഐ സേ ഐനക്. ഓക്കെ, ഇത്രയാണ് പഠിച്ചത്. ഇനി ഇതിൽ വരുന്ന എക്സസൈസ് ആണ്, ആക്ടിവിറ്റി ആണ്, ഭരേം ഓർ ലിഖേം. അപ്പം ഇതെല്ലാവരും ചെയ്യുക. അതായത് എന്ത് ചെയ്യണം? ഇവിടെ ഊ കഴിഞ്ഞിട്ട് 2 ലെറ്റർ മിസ്സിംഗ് ആണ്. അവിടെ എന്താണ് വരുന്ന ലെറ്റർ എന്നുള്ളത് നിങ്ങൾ എഴുതി കൊടുക്കണം. അതുപോലെ എ കൊടുത്തിട്ടുണ്ട്, എ കഴിഞ്ഞിട്ട് ഒരു ലെറ്ററും കൂടെ അവിടെ മിസ്സിംഗ് ആണ്. അത് ഏത് ലെറ്ററാന്നുള്ളത് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുക. ഇതാണ് നിങ്ങൾക്കുള്ള വർക്ക്. അതുപോലെ തന്നെ യൂണിറ്റ് ടാസ്ക് ഉണ്ട്. ടാസ്ക് വരുന്നത് എന്താണ്? നീച്ചെ ദിയേ ഗയേ അക്ഷരോം കാ ഉപയോഗ കർക്കെ ഫ്ലാഷ് കാർഡ് ബനായേ. നിങ്ങളോട് താഴെ കൊടുത്തിട്ടുള്ള ഈ 5 ലെറ്റേഴ്സും ഉപയോഗിച്ചൊരു ഫ്ലാഷ് കാർഡ് നിർമ്മിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾക്കൊക്കെ അറിയാം അല്ലേ ഫ്ലാഷ് കാർഡ് എങ്ങനെയാണ് നിർമ്മിക്കുക എന്നുള്ളത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്. അപ്പം അതുപോലെ ഈ 5 ലെറ്റേഴ്സും നിങ്ങൾ എന്ത് ചെയ്യണം? ഫ്ലാഷ് കാർഡ് ആക്കണം. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം മിസ്സേ അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം. ഓക്കെ, ബൈ.